ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സത്യം പറഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം മറക്കുകയും ചെയ്തു. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ ഡെസ്ക് മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക സാധനങ്ങളും ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഇതൊരു റൂം മേക്ക് ഓവർ ആക്കാന്ന്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ എക്സ്പെൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ ഞാൻ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിന്റെ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഒപ്പം അൺബോക്സ് ചെയ്ത് ഒപ്പം ഡെക്കറേറ്റ് ചെയ്ത് ഒറ്റ വീഡിയോയിൽ ഒറ്റയടിക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഓരോ സാധനം ഓരോ സമയത്തും ഓരോ ദിവസമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല കേട്ടോ. അത് മറ്റേതും കൂടി കിട്ടിയിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞ് വെക്കാൻ എനിക്ക് പറ്റൂല. അപ്പോൾ പിന്നെ കിട്ടിയ സാധനങ്ങൾ ഞാൻ അപ്പം തന്നെ അൺബോക്സ് ചെയ്ത്, പിന്നെ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എനിക്ക് ലോങ് വീഡിയോക്ക് വേണ്ടി എടുക്കാനും പറ്റിയില്ല. ഷോർട്സ് കൊടുക്കണം, ആകെ ഒരു ഫോണും ഉണ്ട്. ഞാൻ ഒക്കെപ്പാട് എന്താ കാട്ടേണ്ടതെന്ന് എനിക്ക് കിട്ടണില്ല. ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു എസ്തെറ്റിക് ലാമ്പാണ്. ആ ഒരു ലാമ്പ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്കത് പൊട്ടിച്ച് നോക്കാതെ കടന്ന് പൊരിയായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് ഒപ്പം പൊട്ടിക്കാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടുണ്ടോ, അത് റിട്ടേൺ ചെയ്യണോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. കാരണം ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സാധനമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണം. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് അപ്പം തന്നെ അൺബോക്സ് ചെയ്തു. അത് അതേപോലെ പെട്ടിയിലെടുത്ത് വെച്ചു. പിന്നെ എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വാൾ സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കിട്ടിയപ്പോഴും എനിക്ക് വേറെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചു എല്ലാം കിട്ടിയിട്ട് ഒപ്പം സെറ്റാക്കാമെന്ന്. പക്ഷേ എനിക്ക് ക്ഷമയില്ല ഗൈസ്. അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, ഒട്ടിച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ, കോളാവുമോ, എന്താ ലെവലെന്ന് അറിയാതെ എനിക്ക് പിന്നെ സമാധാനം കിട്ടൂല. ബാക്കി പിന്നെ ചെയ്യാം, ഇതിപ്പോൾ എടുത്ത് വെക്കാം, ഇതും വീഡിയോ എടുത്ത് വെക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഞാനത് അങ്ങോട്ട് ഒട്ടിച്ചു. പിന്നെ വാൾ സ്റ്റിക്കേഴ്സ് വാങ്ങി ഒട്ടിക്കുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരാളെ ഹെൽപ്പിന് വിളിക്കാതെ ഇത് ചെയ്യരുത്. ഞങ്ങൾ 2 പേരും കൂടി ചെയ്തിട്ട് തന്നെ ചെറുതായിട്ട് മുക്കും മൂലയ്ക്ക് ചെറുതായിട്ടൊക്കെ കൊളായിട്ടുണ്ട്. അപ്പോൾ നോക്കി കണ്ട് ചെയ്താൽ മതി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുകളിൽ നിന്നാണ് ഒട്ടിച്ചു തന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് ഒട്ടിച്ചു തന്നാൽ മതിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ കൂടുതലും കാണുന്നത് താഴ്ഭാഗമാണ്. ആൻഡ് മാത്രമല്ല മുകളിലേക്ക് ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേബിളിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഒട്ടിക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. A3 സൈസിലും A4 സൈസിലും ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. A3 സൈസിൽ ഞാൻ കുറച്ച് വലിയ പ്രിൻറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. A4 സൈസിലാവുമ്പോൾ മിനി പോളറോയിഡ്സ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൽ 9 ഫോട്ടോസ് കിട്ടും. ഇതിലാവുമ്പോൾ ഐ തിങ്ക് 7 5 6 എത്രയാണ് ഫോട്ടോസ് കിട്ടുക. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. ആൻഡ് അത് ഞാൻ കൊളാഷാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊളാഷാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാം. അതല്ല അവിടെ തന്നെ അവർ സെറ്റാക്കി തരാം, അങ്ങനെയും ചെയ്യും. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഞാൻ അറ്റ് ലാസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ പോസ്റ്റേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. വെറുതെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 4 സൈഡും കൂടി ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പേസ്റ്റൽ ബ്ലൂ കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടം. പെട്ടെന്ന് എനിക്ക് ഈ കളറിലുള്ള പ്രിൻറ്റ്സ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇതെടുത്തു. അങ്ങനെ ഞാൻ എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്ട്രിങ് ലൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അത് ഇതുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്ട്രിങ് ലൈറ്റും ഞാൻ ഈ ഒരു പ്രിൻ്റ് എടുത്ത കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ആ സ്ട്രിങ് ലൈറ്റിന് 40 രൂപയാണ്. എൻ്റെ വീട്ടിലത്തെ ആണെങ്കിലും എൻ്റെ റൂമത്തെ ആണെങ്കിലും വാൾ ഫുള്ള് വൈറ്റ് കളർ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഞാൻ ഈ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എനിക്കാണെങ്കിൽ എൻ്റെ റൂമിൽ ഇങ്ങനെ വാൾ പോസ്റ്റേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് എസ്തെറ്റിക് ആക്കാൻ നല്ല ആഗ്രഹം. പക്ഷേ എൻ്റെ വീട്ടിലത് സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ട് അത് പറിച്ചെടുത്തപ്പോൾ പെയിൻറ്റ് പിന്നാലെ പോന്നു. അപ്പോൾ ആ പഴയ പെയിൻറ്റ് ഒരു ബ്ലൂ കളർ പെയിൻ്റാണ്. അതിങ്ങനെ എടുത്ത് കാണാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ബോറായിട്ട്, അതുകൊണ്ട് തന്നെ പോസ്റ്റേഴ്സ് ഒട്ടിക്കാൻ സമ്മതിച്ചില്ല. സ്റ്റിക്കർ ആകുമ്പോൾ പറിക്കുമ്പോൾ സീൻ ഉണ്ടാവും. ഒന്നാമത് ഈ ഒരു വാൾ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവണേ ഇല്ല, കാരണം ഓൾറെഡി വൈറ്റ് പെയിൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം വന്ന പെട്ടി ഇതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എസ്തെറ്റിക് ലാമ്പ് വാങ്ങണം എന്നുള്ളത് കുറേ കാലത്ത് ആഗ്രഹം. എസ്തെറ്റിക് ലാമ്പ് വാങ്ങാന്നുള്ളതല്ല,
എൻ്റെ ഈ ഒരു ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യാന്നുള്ളതും ആ ഒരു ഡെസ്കിൽ ഈ ഒരു ലാമ്പ് വെക്കണം എന്നുള്ളതും അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. അതിൽ ഓരോന്നോരോന്ന് ചെറുതായി നടത്തി വരുന്നുണ്ട്. ഇതൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടല്ല കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ മേക്ക് ഓവറൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങി, അതിൽ നിന്നുള്ള പൈസയ്ക്കാണ് ഞാൻ ഈ മേക്ക് ഓവറൊക്കെ ചെയ്യണമെന്ന്. ഒരിക്കലല്ല. പിന്നെ ഞാൻ ഈ ഒരു ലാമ്പ് കിട്ടിയ സമയത്ത് ഇതെങ്ങനെ തുറക്കേണ്ടതെന്ന് എനിക്ക് അറിയണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് തുറന്നത് കേട്ടോ. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ല, ഇതെങ്ങാനും പൊട്ടുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയും കാലും വരച്ചിട്ടാണ് ഞാനിത് തുറന്നത്. എന്തായാലും സംഭവം ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് മേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ഈ ജന്മത്തിൽ എനിക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ അടുത്ത എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഏറ്റവും വലിയതെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞാഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള മിനി മിഫിയുടെ ഓർഗനൈസർ വാങ്ങാന്നുള്ളത്. ഈ ഒരു സാധനം നമ്മൾ വേറുള്ളവരുടെ ഡെസ്കിൽ കാണുന്ന പോലെ തന്നെ സംഭവം നല്ല ക്യൂട്ടാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ടേബിൾക്ക് ഈ ഒരു ഓർഗനൈസർ വരുമ്പോൾ അതിൻ്റെ ആ ലുക്ക് തന്നെ അങ്ങോട്ട് മാറുന്നുണ്ട്. ആദ്യം ഞാൻ ഇത് കണ്ടപ്പോൾ അയ്യോ എൻ്റെ മിഫിയുടെ തല എവിടെയെന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. ഇതിൽ അവർ 3 തല തന്നിട്ടുണ്ട്, എങ്ങാനും ഒന്ന് കേടുവന്ന് വെക്കാനായിരിക്കും. പിന്നെ ഇതാരെങ്കിലും വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആ പൈസ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ വാങ്ങിക്കും. സംഭവം അടിപൊളിയാണ്. പിന്നെ ഞാൻ മീഷോന്ന് ഇങ്ങനത്തെ ഒരു പേസ്റ്റൽ കളേഴ്സ് വരുന്ന ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അല്ലേ, എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇടാം. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കാലം വെച്ചിട്ടുണ്ടായിരുന്ന ഓർഗനൈസറൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഈ ഓർഗനൈസർ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അത് മാറ്റി ഈ ഒരു വൈറ്റ് ഓർഗനൈസർ അവിടെ വെച്ചപ്പോൾ സംഭവം വേറെ ലുക്ക് വന്ന പോലെ തോന്നിട്ടോ. ഈ ഒരു ഓർഗനൈസർ ഞാൻ അടുത്ത് വെച്ചിട്ടില്ല, കാരണം അത് വൈറ്റ് തന്നെയാണല്ലോ കാണാൻ, അതിലൂടെ മാച്ചായിട്ട് പോണ ഒരു ഓർഗനൈസർ. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത് നല്ല യൂസ്ഫുള്ളാണ്, കുറേ പെണ്ണതിൽ കൊള്ളും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെസ്ക് ഭയങ്കര കൺജസ്റ്റഡ് ആക്കരുത് എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പാടെ വന്നപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയോ? അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ നല്ല ഓവർ ആയിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാലാണെങ്കിലും യൂട്യൂബ് തുറന്നാലാണെങ്കിലും എല്ലാവരും വിഷൻ ബോർഡ് ഉണ്ടാക്കിയതും കഴിഞ്ഞ കൊല്ലത്തെ വിഷൻ ബോർഡ് സക്സസ് ആയതൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ എന്നും, പിന്നെ ഡെസ്ക് മേക്ക് ഓവറിൽ ഇതും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നി. ഈ ഒരു വിഷൻ ബോർഡിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറേ ദിവസമായി, എന്തായാലും ഒരു 2-3-4 ആഴ്ച എന്തായാലും ആയിട്ടുണ്ടാവും. ഉണ്ടാക്കണം എന്ന് വിചാരിച്ച സമയത്ത് തന്നെ ഞാൻ ഒരു ഐഡിയക്ക് ഞാൻ എഡിറ്റ് ചെയ്തു. ക്യാൻവയിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ആ ഒരു പേപ്പർ മാത്രം, A4 സൈസിലുള്ള ആ ഒരു പേജ് മാത്രം പ്രിൻ്റ് എടുത്ത് അതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഞാൻ ഏത് വിഷൻ ബോർഡിൻ്റെ വീഡിയോസ് കാണുമ്പോഴും കൂടുതലും കാർഡ്ബോർഡൊക്കെ വെട്ടിയെടുത്ത് നമ്മൾ അതിലിങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നതിനോട് വേറൊരു രസമാണ്. അപ്പോൾ എനിക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നി. അത് ഭയങ്കര സിമ്പിളാണ്. മറ്റേ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യണു, നമ്മളത് പ്രിൻ്റ് എടുക്കുന്നു, ജസ്റ്റ് ഫ്രെയിം ചെയ്ത് വെക്കുക. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു എൻജോയ്മെൻറ്റ്, നമ്മുടെ ഒരു എഫേർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ അത് വേറെ രസമായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ അറേഞ്ച് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ശരിക്കും വല്ല പസിൽ ഗെയിം കളിക്കണ പോലെ തോന്നിയിട്ടോ. ഇത് അവിടെ വയ്ക്കണോ ഇവിടെ വയ്ക്കണോ എന്നുള്ളൊരു ഡൗട്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെക്കാം എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് അറ്റ്ലാസ്റ്റ് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഞാൻ ആദ്യം പിൻട്രസ്റ്റിൽ മോഡലൊക്കെ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈപ്പേ അല്ല ഞാൻ ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ടോട്ടലി ഞാൻ എങ്ങനെയാണോ എനിക്ക് തോന്നിയ പോലെ ഞാൻ അങ്ങോട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിനേക്കാളും കുറേ പിക്ചേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൊളാഷ് ചെയ്തപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് മറന്നു. എൻ്റെ വിഷ് ലിസ്റ്റിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതിൽ കൊള്ളൂല്ല. പക്ഷേ അത് പ്രിൻ്റ് എടുക്കാനും ഞാൻ മറന്നിട്ടുണ്ട്. ബട്ട് അതെൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് ഞാനതിൽ ആഡ് ചെയ്യാൻ മറന്നിട്ടുള്ളത്. ഒന്ന് യൂട്യൂബ് പ്ലേ ബട്ടൺ. അത് അടുത്ത കൊല്ലത്തേക്ക് എനിക്ക് കിട്ടുമോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക്
ആഗ്രഹിക്കാമല്ലോ, ആഗ്രഹിക്കണേം കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്നും കൂടി മേക്ക് ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അത് വേണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അതെനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ വിഷൻ ബോർഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിലൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വെച്ചിട്ടില്ല. ഒക്കെ വേറെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതും എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടും സേവ് ചെയ്തും വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഒന്നാമത് ഇതിൽ സ്പേസ് ഇല്ല. അപ്പോൾ കുറച്ചും കൂടി വലുതാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ മേക്ക് ഓവർ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വിഷൻ ബോർഡ് ചെയ്യണത്. ഇതുവരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതുവരെ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ഓരോ ഡ്രീമുകൾ ഉള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എനിക്കത് വേണം, എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ എനിക്കിപ്പോഴാണ് വന്നത്. ഇതുവരെ ഒരു ഒഴുക്കിൽ ബാക്കിയുള്ളവരുടെ ഇതിൽ അങ്ങനെ പോവുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ വിഷൻ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മൈൻഡ് ഫുള്ള് എൻ്റെ ചാനലൊന്ന് സക്സസ് ആയി കിട്ടുക എന്നുള്ളതാണ്. ബട്ട് അതൊരു ഈസി ആയിട്ടുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബ് ചാനൽ ചെയ്യുന്നതും ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ബാക്കിയുള്ളവർ ചിലപ്പോൾ വേഗം സക്സസ് ആവാം, ഞാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും സക്സസ് ആവും എന്നുള്ളത് എനിക്കെന്തോ ഒരു വിശ്വാസമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് എപ്പോഴേ ഒഴിവാക്കി പോയിട്ടുണ്ടാവും. ഗൈസ്, ഞാൻ പറഞ്ഞ് എവിടേക്കൊക്കെയോ എത്തി. ഇത്ര സീരിയസ് ടോക്സ് ഒക്കെ വേണോ? എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ലൈക്ക് ചെയ്താലുള്ളൂ എനിക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എടുത്തത്. ഈ ഒരു വീഡിയോ എന്നല്ല, എല്ലാ വീഡിയോ ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എടുക്കാറുള്ളത്. സോ നിങ്ങൾ ലൈക്ക് ചെയ്താലുള്ളൂ കൂടുതൽ വ്യൂസ് കിട്ടുള്ളൂ. ഞാൻ കുറേ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പിൻട്രസ്റ്റിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഷൻ ബോർഡ് റൈറ്റിങ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓൾറെഡി കൊളാഷ് ആയിട്ടുള്ള പിക്ചർ കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ ഇങ്ങനെ റൈറ്റിങ്സ് കൊടുക്കാനായിട്ട് യൂസ്ഫുൾ ആവും. നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി മോട്ടിവേഷൻ ആയിട്ടുള്ള റൈറ്റിങ്സ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നും ചെയ്യണമെന്ന് നല്ലോണം ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു നോക്ക്. സംടൈംസ് അത് നെക്സ്റ്റ് ഇയറിൽ നടന്നാലോ അല്ലേ? അങ്ങനെ എൻ്റെ ഈ ഒരു കുഞ്ഞ് വിഷൻ ബോർഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റഡ് അല്ല. എന്തായാലും ഞാനിത് മേക്ക് ഓവർ ചെയ്യും കേട്ടോ. ഇത് കുറച്ചും കൂടി വലുത് വേണം. കുറച്ചും കൂടി സംഭവങ്ങൾ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള റൈറ്റിങ്സ് ആഡ് ചെയ്യാനുണ്ട്. സോ എന്തായാലും ഈ കുഞ്ഞ് വിഷൻ ബോർഡും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടാതിരുന്നിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിൽ സ്റ്റിക്ക് ചെയ്യാൻ മറന്നു. അതാണ് പ്രശ്നം. വിഷൻ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എൻ്റെ വാൾ ഗ്രിഡ് വന്നത്. അതൊക്കെ മറിച്ചിട്ട് കൊളാക്കൂ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ലൈറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് ആദ്യം വാങ്ങി. ഈ ഒരു വാൾ ഗ്രിഡ് ജനുവരി 6 ഡെലിവേർഡ് ആവുള്ളൂ എന്നാണ് എൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വിഷൻ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡെലിവറി ബോയ് വിളിച്ചിട്ട് ഒരു ഓർഡർ വരാനുണ്ടെന്ന് പറഞ്ഞു. സോ എന്താണ് എന്നെനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ പാക്കേജിങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം മനസ്സിലായി. ഞാനത് ഓൾറെഡി ഞാനിവിടെ റൂം മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം മാത്രം ജനുവരി 6 കിട്ടുള്ളൂ, പിന്നെ അത്രയും ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിട്ടോ. എന്തൊരു ഭാഗ്യമാണ് എനിക്ക് എന്ന് വരെ തോന്നിപ്പോയി. ഇനി അത് മാത്രമല്ല, ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്ക് ആയിരുന്നു. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അയ്യോ ബ്ലാക്ക് വേണ്ട വൈറ്റ് മതി എന്ന് തോന്നിയത്. അപ്പോൾ വന്നപ്പോൾ അതാ വൈറ്റ് കളറ്. വേറെ എന്ത് വേണം എനിക്ക്. അപ്പോൾ ഐ എം സോ ലക്കി എന്നൊക്കെ തോന്നി. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഈ ഒരു ഗ്രിഡ് വാങ്ങിയതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സും കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു പേസ്റ്റൽ കളേഴ്സാണ് വരുന്നത്. സംഭവം നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പോസ്റ്റേഴ്സ് പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് എനിക്കിഷ്ടമുള്ള 2-3 പിക്ചേഴ്സ്
ഞാനിങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മിനി പോളറോയിഡ്സ് ആയിട്ട്. അപ്പോൾ അത് ഞാൻ ഇതിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇനിയും 1-2 സാധനങ്ങൾ എനിക്ക് കിട്ടാനുണ്ട് കേട്ടോ, ഡെലിവർ ആയിട്ടില്ല. അപ്പോൾ അതും കൂടി കിട്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ കാണിക്കാം. പക്ഷേ ഇതിനിയും പോസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് വയ്യ. എന്തായാലും ഈ ഒരു ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളും കണ്ടു നോക്ക്.